ട്രിപ്പ് അപ്പ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദേശീയപാത 66-ൻ്റെ നിർമ്മാണ പുരോഗതിയുടെ വീഡിയോ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരം കാക്കഞ്ചേരി മുതൽ ചേളാരി വരെ 6 കിലോമീറ്റർ ദൂരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാക്കഞ്ചേരി അങ്ങാടി ഈ റോഡ് വികസനത്തോടെ ഏതാണ്ട് ഇല്ലാതാവുകയാണ്. റോഡിൻ്റെ ഇരു വശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ ഏറെക്കുറെ പൊളിച്ചു നീക്കിക്കഴിഞ്ഞു. കാക്കഞ്ചേരിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഇടയിലുള്ള ചെട്ടിയാർമാട് വളവ് പൂർണ്ണമായും നിവർത്തി നേർരേഖയിലാണ് പുതിയ ഹൈവേ വരുന്നത്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തോട് ചേർന്ന യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പാണ് ഇത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ശേഷം കോഹിനൂർ അങ്ങാടി കഴിഞ്ഞ് ഒരൽപ്പം മുന്നോട്ട് പോയാൽ ആരംഭിക്കുന്നതാണ് പാണമ്പ്ര വളവ്. നിരവധി അപകടങ്ങൾക്ക് സാക്ഷിയായ പാണമ്പ്ര വളവിനെ ഒരു മരണ വളവായിട്ടാണ് പ്രദേശവാസികൾ കണക്കാക്കി പോന്നിരുന്നത്. മലയാളത്തിൻ്റെ പ്രമുഖ ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാറിനും അപകടം സംഭവിച്ചത് ഈ വളവിൽ വെച്ചാണ്. ദേശീയപാതയുടെ നവീകരണത്തോടുകൂടി നിലവിലുള്ള പാണമ്പ്ര വളവ് ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് മറയുകയാണ്. പുതിയ റോഡ് വളവുകളില്ലാതെ നേർരേഖയായിക്കൊണ്ട് തന്നെ കോഹിനൂർ മുതൽ ചേളാരി വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് 45 മീറ്ററിൽ. ദേശീയപാത വികസനം ചേളാരി അങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്നതാണ്. നിലവിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പൊളിച്ചു നീക്കുന്നത്. കേരളത്തിലെ പ്രമുഖ മതസംഘടനയായ സമസ്തയുടെ ആസ്ഥാനം നിലകൊള്ളുന്ന ചേളാരിയിൽ സമസ്തയുടെ ആസ്ഥാനമായ സമസ്താലയത്തിൻ്റെ മേലെ ചേളാരിയിൽ സ്ഥിതി ചെയ്യുന്ന കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളൊക്കെ തന്നെയും പൊളിച്ചു നീക്കിയാണ് പുതിയ ഹൈവേ കടന്നു വരുന്നത്. താഴെ ചേളാരിയിലും നിരവധി കെട്ടിടങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഹൈവേ വികസനത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞു. അതെല്ലാം പൊളിക്കുന്ന പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒന്നാം പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇതേ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും
കമൻറ്റുകളിൽ രേഖപ്പെടുത്തുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു.